കൂട്ടുകാരെ, കായൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഒരു 5 വഴുതന തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ടിട്ട് അടിവളമിട്ട് നട്ടു. പിന്നെ രണ്ടാമത് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് വളമിട്ട് കൊടുത്തു. ഇപ്പോൾ പതുക്കെ പൂവിട്ട് തുടങ്ങി. അപ്പം നമ്മളിപ്പം ഇതിന് 3ാമത്തെ വളമിട്ട് കൊടുക്കുവാണേ. അപ്പം നമ്മളതിൻ്റെ ചുവട്ടിൽ കരികിലയെല്ലാം വാരി, കരികില പുതയിട്ടിട്ടുണ്ട്. ഇത് ടെറസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കരികിലയൊക്കെ വാരി മാറ്റിയിട്ട് ഇത് ചുവട്ടിലെ കരികിലയൊക്കെ വാരി മാറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് ചാണകം ഉണ്ട്. എല്ലാം നല്ല ഇളകിയാണ് കിടക്കുന്ന ചുവട് കേട്ടോ. വേണ്ട വാരിയെടുക്കുക, അതുപോലെ കിടക്കുന്നതിൻ്റെ ചുവട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മളിപ്പം കുറച്ച് ചാണകപ്പൊടിയായിട്ട് കൊടുക്കുന്നത്. വേണ്ട ചാണകപ്പൊടി ചുവട്ട് തൊടാതെ ചാണകപ്പൊടി കുറച്ച് മണ്ണും കൂടെ ചേർത്ത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ ഇപ്പം നമുക്കിത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാ പിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു സാധനം കൂടി ഇടുന്നുണ്ടേ. ഇടുവല്ല, ഒഴിച്ചു കൊടുക്കുക, എന്താണെന്ന് പറയാം. അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിരിക്കുന്ന കരികിലെല്ലാം നല്ല പൊടിഞ്ഞായിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ തിരിച്ച് വാരിയിട്ടപ്പോൾ നല്ല പൊടിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ അത് വളമായിട്ട് തന്നെ അതിൻ്റെ ചുവട്ടിലത് അലിഞ്ഞ് ചേർന്നോളും. നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണ്ട ഇത് ഫിഷ് അമിനോ ആസിഡാണ്. ഇത് ഒരു 10 ml എടുത്തിട്ട് ഒരു 5 ലിറ്റർ വെള്ളമുണ്ട്. 5 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് നേർപ്പിച്ച് ഇതും കൂടി ചാണകപ്പൊടി ഇട്ടതിൻ്റെ പുറമെ നമ്മൾ വഴുതനത്തൈക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഫിഷ് അമിനോ ആസിഡ് നമ്മളിന്നാൾ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് 10-60 ദിവസം കഴിഞ്ഞു അത് ഇട്ടിട്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തിത് ചുവട്ടിലൊഴിക്കാനായതുകൊണ്ട് അരിക്കുകയൊന്നും വേണ്ട. ആ സമയത്ത് നമ്മൾ ഇത് സ്പ്രേ ചെയ്യാനാണെങ്കിൽ നമ്മൾ അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ സ്പ്രേയറിനകത്ത് തടയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാമേ.